അതിനാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. റിമൂവ് കാണിക്കുന്നു. അപ്പൊ അത് യൂട്യൂബ് എടുത്ത് കളഞ്ഞതാ. യൂട്യൂബുകാർ അതിനാണ് ടെർമിനേഷൻ എന്ന് പറയും. യൂട്യൂബ് റിമൂവ് ചെയ്ത് കളയും. അപ്പൊ അതിന് അതിനാണ് പണി കിട്ടിയെന്ന് പറയും. പണി വരുന്നുണ്ട് അവറച്ച. അതാണ് യൂട്യൂബ് തരുന്ന ടെർമിനേഷൻ. നമ്മുടെ ചാനല് യൂട്യൂബിന് നിയമവലികൾ വിപരീതമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്, എന്തോ പ്രോബ്ലംസ് അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് യൂട്യൂബുകാർ ആ ചാനൽ റിമൂവ് ചെയ്ത് കളയുന്നത്. അതിനെ പറയും പച്ച മലയാളത്തിൽ, ഇംഗ്ലീഷിൽ അതിന് ടെർമിനേഷൻ എന്ന് പറയും, മലയാളത്തിൽ എടുത്ത് കളയുമെന്ന് പറയും. മനസ്സിലായ? ഒരു ചാനൽ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് ഒരു സമയം കൊണ്ട് എടുത്ത് പോയി കളയുമ്പോൾ എന്തൊരു വിഷമാണെന്ന് പറയും. അതിനാണ് നമ്മൾ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ചാനല് സൂക്ഷിച്ചു കൊണ്ടുപോകണം കേട്ടാ. ഒരു ചാനല് മച്ചാന് വേറെ പണിയൊന്നുമില്ലേ? ചിന്നു ഞാനിങ്ങനെ അടയും. ഞാൻ എന്തെയാണ് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ഞാൻ ഇവിടെ നിന്ന് അതിങ്ങനെ ഓപ്പണായിട്ട് അതിങ്ങനെ എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വരുന്നതാണ്. ഞാനത് എത്ര നന്നാവാൻ ശ്രമിച്ചാലും നന്നാവില്ല. ഇങ്ങനെ നിങ്ങളൊക്കെ ചുവരിൽ വെച്ച് 2 അടിതാ, മാറ്റം ഉണ്ടായില്ല. അപ്പൊ എങ്ങനെ? അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് അങ്ങ് വൈൻഡപ്പ് ചെയ്തല്ല. അമ്മൂസേ, ചിന്നൂസേ, എന്താ പറയുന്നത്? താല്പര്യമില്ലാത്തവരെ എന്തിനാണ് വെറുതെ? കുട്ടിയെ കണ്ടാൽ റിമൂവ് ആവുമോ? കുട്ടിയെ കണ്ടാൽ റിമൂവ് ആവുമോ എന്ന് ചോദിച്ചാൽ, കുട്ടിക്ക് ഡ്രസ് ഉണ്ടായിരുന്നോ? കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? പെൺകുട്ടിയാണോ? കൊച്ചുകുട്ടിയാണോ? പെൺകുട്ടിയാണ്. കുട്ടിക്ക് വസ്ത്രമുണ്ടായിരുന്നോ? കുട്ടി കരഞ്ഞിട്ടുണ്ടോ? നിലവിളിച്ചിട്ടുണ്ടോ? ഫയർ, കത്തി, കോടാലി, എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടോ? അതൊന്നും പാടില്ല. അപ്പൊ കുട്ടി ലൈവില് വന്നിട്ടുണ്ട്. മാതാപിതാക്കൾ ഇല്ലാതെ കുട്ടി ഒറ്റയ്ക്ക് ലൈവിൽ വന്നിട്ടുണ്ടെങ്കിൽ ചാനല് എപ്പോഴും എടുത്ത് ദൂരം കളഞ്ഞെന്ന് വെച്ചാൽ മതി. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ കുട്ടികൾ ഇല്ലാത്ത സമയത്ത് വേണം നമ്മൾ ലൈവ് ചെയ്യാൻ. ശരി മച്ചാനെ. ചിന്നു ഞാനിപ്പോ ലൈവില്ല, വൈൻഡപ്പ് കേട്ടോ. ഞാൻ നമ്മുടെ അമ്മൂസ് ഒരു ക്ലാസ് ഉണ്ട്. അതെ, കുട്ടി എത്ര വയസ്സുള്ള കുട്ടിയാണ്? പെൺകുട്ടിയാണോ? ഓക്കെ. ചിന്നു ഈ പ്രൊഫൈൽ പിക്ചർ മാറ്റിയോണ്ടാ പെട്ടെന്ന് കൺഫ്യൂഷൻ. പെട്ടെന്ന് നോക്കുമ്പോ അത് അമ്മു വരുന്നതാണ് തോന്നുന്നത്. അമ്മുവിന്റെ ഇങ്ങനത്തെ പ്രൊഫൈൽ പിക്ചർ ഇട്ടിയത് പെട്ടെന്ന് സ്വാഭാവികമായിട്ട് അത് അമ്മു വന്നതെന്ന് വിചാരിക്കും. ചേഞ്ച് ചെയ്തപ്പോഴേ നമുക്ക് അറിയാം, നമ്മുടെ മനസ്സിലുണ്ട് ചിന്നുവും അമ്മുവും വരുമ്പോൾ. പെട്ടെന്ന് ഈ പ്രൊഫൈലൊക്കെ ചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് പെട്ടെന്ന് അമ്മു ആന്ന് വിചാരിക്കും വന്നേന്ന്. ഞാനത് നോക്കും, സൂക്ഷിച്ച് നോക്കുമ്പോൾ അത് ചിന്നു ചാനൽ പേര് നോക്കുമ്പോഴേ. അപ്പം ശരി, ബാക്കി ക്ലാസ്സൊക്കെ ഇനി അമ്മൂസേ, ബാക്കിയൊക്കെ ഇനി അമ്മുവിൻ്റെ ലൈവിലേക്ക് വരുമ്പോൾ ബാക്കി നമുക്ക് ക്ലാസ് എടുക്കാം കേട്ടാ. ബാക്കി ഡീറ്റെയിൽസൊക്കെ നാളെ ഇനി പറഞ്ഞാൽ മതി. ഓക്കെ, പറ എന്നാലും എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ഗുഡ് നൈറ്റ് പറയണ്ടേ? ശുഭരാത്രി പറയണ്ടേ? പറ അമ്മു, അമ്മു പോയോ? ആരാ ഉള്ളത് മുകളിൽ? നിങ്ങൾ തമ്മിലുള്ള സൗന്ദര്യപ്പെടാക്ക് എന്തായാലും ഒരിക്കലും തീർത്തത്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സകട. ജോജിയും ജാജിയാണ്. അത് ഞാൻ നോക്കിയിട്ട് സെറ്റാകുന്നില്ല. അപ്പൊ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. ഓക്കെ ഓക്കെ ഡൺ. അപ്പം ബാക്കി നാളെ പാക്കും പറയും, നാളെ കാണും പറയും. എല്ലാവർക്കും ശുഭരാത്രി. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ ബൈ. സീ യു. ഗുഡ് നൈറ്റ്.